നമസ്കാരം. എയ്സ് ആപ്പിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമുക്ക് ഇന്ന് SSC റെയിൽവേ എക്സാംസിനൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യനാണ്: ക്രിസ്റ്റലൈസേഷൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ റിയാക്ഷൻ, ഗാൽവനൈസേഷൻ ഒക്കെയാണ് തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ചിന് ഉദാഹരണമാണ്. ഓക്കെ, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഭൗതികപരമായ ഒരു മാറ്റത്തിന് ഒരു ഉദാഹരണമാണ് ക്രിസ്റ്റലൈസേഷൻ. അതിൻ്റെ മലയാളം സ്ഫടികവൽക്കരണം എന്നൊക്കെയാണ് പറയുക. നോക്കണ്ട, അതായത് ഒരു ദ്രാവക രൂപത്തിലുള്ള വസ്തു, അതിൽ നിന്ന് സ്ഫടികങ്ങൾ, ക്രിസ്റ്റലുകൾ രൂപം കൊള്ളുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ, നമുക്ക് ഷുഗറിൻ്റെ ഫോർമേഷൻ എന്ന് പറയാം, പഞ്ചസാര രൂപീകരണം. ഓക്കെ, സ്വാഭാവികമായിട്ട് കരിമ്പിൽ നിന്ന് അതിൻ്റെ സത്തെടുത്തിട്ട് അതിൽ നിന്ന് പഞ്ചസാരയെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്രിസ്റ്റലുകളാക്കി മാറ്റിയെടുക്കുകയാണ്. ഓക്കെ, അതേപോലെ സാൾട്ടിൻ്റെ പ്രിപ്പറേഷനൊക്കെ ക്രിസ്റ്റലൈസേഷനിൽ വരുന്നതാണ്. ഓക്കെ, ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ ക്രിസ്റ്റലുകളാക്കി എടുക്കലാണ് ആ പരിപാടി. അപ്പോൾ നോർമലി ഒരു സ്ഫടികം, ക്രിസ്റ്റലുകൾ രൂപീകരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേര് അതാണ് ക്രിസ്റ്റലൈസേഷൻ. അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. എന്താണ് ഫിസിക്കൽ ചേഞ്ച്, എന്താണ് കെമിക്കൽ ചേഞ്ച്? ഈ രണ്ട് ഭാഗങ്ങളാണ് ജസ്റ്റ് നോക്കുന്നത്, ശ്രദ്ധിക്കണം. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ രൂപത്തിന് ഒരു മാറ്റവും ഇല്ലാതിരിക്കലാണ്. കെമിക്കൽ ചേഞ്ച് അതൊരു സ്ഥിരമായ മാറ്റത്തിലോട്ട് പോകലുമാണ്. ഒരു താൽക്കാലിക മാറ്റമാണ് ഫിസിക്കൽ ചേഞ്ച് എങ്കിൽ ഒരു സ്ഥിരമായ മാറ്റമാണ് കെമിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് ഈസ് എ ടെമ്പററി ചേഞ്ച്, കെമിക്കൽ ചേഞ്ച് ഈസ് എ പെർമനൻറ്റ് ചേഞ്ച്. അങ്ങനെ രണ്ട് മാറ്റങ്ങളുള്ളത്. പെർമനൻറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥം, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് പൂർണ്ണമായി മറ്റൊരു സബ്സ്റ്റൻസായി മാറുന്നുണ്ട്. എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫിസിക്കൽ ചേഞ്ച് പറഞ്ഞു ടെമ്പററിയാണ്, പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാവുന്നില്ല, അതിൻ്റെ ഘടനകൾക്ക് അല്ലെങ്കിൽ രൂപത്തിന്, ആകൃതിക്ക്, ഷേപ്പിനൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാം എന്നുള്ളതാണ്. ഇപ്പോൾ ഷുഗർ ഫോം ചെയ്യുമ്പോൾ അത് ക്രിസ്റ്റലുകളാക്കി മാറ്റിയാലും തിരിച്ചും അതിനെ നമുക്ക് ദ്രാവക രൂപത്തിലോട്ട്, ലായനി രൂപത്തിലോട്ട് മാറ്റാൻ പറ്റും. സാൾട്ടും അതേപോലെ തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പദങ്ങൾ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും. ഒരു പുതിയ പദാർത്ഥം രൂപം കൊള്ളുന്ന, ദറ്റ് ഈസ് ഒരു പെർമനൻ്റായി പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന മാറ്റമാണ് കെമിക്കൽ ചേഞ്ച്. പുതിയ പദാർത്ഥങ്ങൾ രൂപം കൊള്ളാത്തൊരു മാറ്റമാണ് ഫിസിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് ഒരു ടെമ്പററി ചേഞ്ചാണ്, കെമിക്കൽ ചേഞ്ച് ഒരു പെർമനൻറ്റ് ചേഞ്ചാണ്. കെമിക്കൽ ചേഞ്ചിൽ പുതിയ തന്മാത്രകൾ രൂപം കൊള്ളുന്നുണ്ട്, ഫിസിക്കൽ ചേഞ്ചിൽ പുതിയ തന്മാത്രകൾ രൂപം കൊള്ളുന്നില്ല. കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് സ്ഥിരമായ മാറ്റമാണെന്ന് പറഞ്ഞു. സോ പുതിയ ആളുകൾ, പുതിയ സബ്സ്റ്റൻസുകൾ രൂപം കൊള്ളുന്നുണ്ട്. ഫിസിക്കൽ ചേഞ്ചിൽ തന്മാത്രകളുടെ ക്രമീകരണം മാറാം, അകന്നിരിക്കാം, വീണ്ടും അടുക്കാം, വീണ്ടും അകലാം. ആ ഒരു ക്രമീകരണത്തിന് മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത്. നമുക്കതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. തന്നിരിക്കുന്നത് കെമിക്കൽ ചേഞ്ചാണ്. ശ്രദ്ധിക്കുക, ഒന്ന് റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ആലോചിച്ചാൽ മതി. തിരിച്ച് ഒരു വസ്തു മറ്റൊന്നായി അതിനെ തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ, തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റമാണെങ്കിൽ അതൊരു ഫിസിക്കലായ ചേഞ്ചാണ്. എന്നാൽ ഒന്ന് പൂർണ്ണമായി മറ്റൊന്നായി നമുക്കൊരു തിരിച്ചുവരവില്ലെങ്കിൽ, തിരിച്ചെടുക്കാൻ കഴിയില്ലെങ്കിൽ അത് കെമിക്കൽ ചേഞ്ചിന് ഉദാഹരണമാണ്. റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പിച്ചാൽ അതിനെ വീണ്ടും ഇരുമ്പാക്കാൻ കഴിയില്ല. സോ അതൊരു കെമിക്കലായ ചേഞ്ചാണ്. ബേണിംഗ് ഓഫ് കാൻഡിൽ, അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. ബേണിംഗ് ഓഫ് കാൻഡിൽ എന്നെടുക്കണ്ട, ബേണിംഗ് ഓഫ് വുഡ് എന്നാക്കാം. വിറക് കത്തുന്നത്, സ്വാഭാവികമായിട്ട് കത്തുന്നത്, അതായത് ഒരു വസ്തു കത്തിത്തീരുകയാണ്, സ്വാഭാവികമായിട്ട് വിറക് എന്താവുന്നു, ചാരമായി മാറുന്നു, പുതിയ ആളുകൾ ഉണ്ടാവുന്നു, ചാരത്തെ വീണ്ടും വിറകാക്കി മാറ്റാൻ കഴിയുന്നില്ല, ഒരു കെമിക്കൽ ചേഞ്ചാണ്. ബേണിംഗ് ഓഫ് കാൻഡിലും കെമിക്കൽ ചേഞ്ചാണ്, പക്ഷേ അതിലൊരു ക്ലോസ് ഉണ്ട്, ഞാൻ പറയാം. നെക്സ്റ്റ്, സെറ്റിംഗ് ഓഫ് കേർഡ് ഫ്രം മിൽക്ക്. മിൽക്ക് എന്തായി മാറുന്നു, തൈരായി മാറുന്നു. ഓക്കെ, തൈരിന് എന്താക്കാൻ കഴിയില്ല, മിൽക്കാക്കാൻ കഴിയില്ല, അതൊരു കെമിക്കൽ ചേഞ്ചാണ്. അപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത മാറ്റമാണ്. ഒരു വസ്തു മറ്റൊന്നായാൽ അത് പെർമനൻ്റായി മാറിക്കഴിഞ്ഞാൽ അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ അത് കെമിക്കലായ ചേഞ്ചാണ്. ഒന്ന് അങ്ങോട്ട് പോയാലും പിന്നെയും തിരിച്ചു വരാൻ പറ്റുന്ന ടെമ്പററി ആയ ചേഞ്ചാണ് ഫിസിക്കലിലോട്ട് വരിക. ഭൗതികപരമായ മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച്. അപ്പോൾ റസ്റ്റിംഗ് ഓഫ് അയൺ, ബേണിംഗ് ഓഫ് വുഡ്, സെറ്റിംഗ് ഓഫ് കേർഡ് ഫ്രം മിൽക്ക്. ഡൈജഷൻ ഓഫ് ഫുഡ്, ഭക്ഷണത്തിൻ്റെ ദഹനം എന്ന് പറയുന്നത് കെമിക്കലായ ചേഞ്ചാണ്. തിരിച്ചെടുക്കാൻ കഴിയില്ല, തിരിച്ച് പഴയ രൂപത്തിലോട്ട് മാറ്റാൻ കഴിയില്ല. സോറിംഗ് ഓഫ് മിൽക്ക്, പാല് പുളിക്കുന്നത്, അല്ലേ, അതിന് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ കഴിയില്ല. ബിഡിംഗ് ഓഫ് മഗ്നീഷ്യം റിബൺ, ബേണിംഗ് ആണ്,
കണക്ട് ചെയ്താൽ മതി. ഒന്ന് മഗ്നീഷ്യം റിബണുകൾ കത്തിത്തീർന്നു കഴിഞ്ഞാൽ അതിനെ വീണ്ടും പഴയ രീതിയിലോട്ട് എത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതൊക്കെ കെമിക്കൽ ചേഞ്ചിന് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് ഫിസിക്കൽ ചേഞ്ച്. ടെമ്പററി ആയ ചേഞ്ചാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു. അതിൽ വരുന്ന ഒന്ന് മെൽറ്റിംഗ് ഓഫ് ഐസ്. ഐസ് ഉരുകി വെള്ളമായി മാറുന്നു, അല്ലെങ്കിൽ വാക്സ് മെഴുകുരുകുന്നു. നമുക്ക് ഉരുകിയ മെഴുകിനെ വീണ്ടും മെഴുകാക്കാം, ഉരുകിയ ഐസിനെ വീണ്ടും ഐസാക്കാം, തിരിച്ച് എടുക്കാൻ കഴിയും. ടെമ്പററിയായ മാറ്റമാണ്. തന്മാത്രകളുടെ അകലം ചിലപ്പോൾ വർദ്ധിക്കാം ഐസ് ഉരുകുമ്പോൾ, വീണ്ടും ഐസാക്കുമ്പോൾ അടുത്ത് വരാം. അപ്പോൾ ക്രമീകരണത്തിന് മാത്രമാണ് മാറ്റമുള്ളത്. ബോയിലിംഗ് ഓഫ് വാട്ടർ, വെള്ളം തിളപ്പിക്കുന്നത്. തിളക്കുന്ന വെള്ളത്തെ ബാഷ്പമായി പോയാൽ അതിനെ വീണ്ടും തണുപ്പിച്ചാൽ വെള്ളമാക്കി മാറ്റാൻ കഴിയും. ആള് മാറുന്നില്ല, തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. സ്ട്രെച്ചിങ് ഓഫ് റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്യുന്നത് പഴയ രീതിയിലോട്ട് എത്തിക്കാൻ കഴിയും. അപ്പോൾ പറഞ്ഞു, ടെമ്പററി ആയ മാറ്റമാണ് ഫിസിക്കൽ, പെർമനൻ്റ് ആയ മാറ്റമാണ് കെമിക്കൽ. ഓക്കെ, കട്ടിങ് ടിയേഴ്സ് പേപ്പർ വുഡ് അല്ലേ, പേപ്പർ ചീന്തുന്നത്, വിറക് കീറുന്നത് ഒക്കെ എന്തിന് ഉദാഹരണമാണ്? ഫിസിക്കൽ ചേഞ്ചിന് ഉദാഹരണമാണ്. വിറക് കീറിയാലും അത് ആള് മാറിയിട്ടില്ല, വിറക് തന്നെയാണ്. ഓക്കെ, കത്തി തീർന്നാൽ അത് ആള് മാറി, ചാരമായി മാറി, വേറെ ആളായി മാറി. ഓക്കെ, പേപ്പർ ചീന്തിയാലും അത് പേപ്പർ തന്നെയാണ്. അപ്പോൾ ആ വാക്കുകൾ നോക്കണം. കട്ടിങ്, അതേപോലെ ദറ്റ് ഈസ് ചീന്തുക, കീറുക, മുറിക്കുക, അല്ലെങ്കിൽ ചുരുട്ടുക എന്ന ക്രൗളിംഗ് ഓഫ് പേപ്പർ ചുരുട്ടുന്നതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഫിസിക്കലായ ചേഞ്ചാണ്. അതൊക്കെ ഫിസിക്കൽ, ഭൗതികപരമായ ഫിസിക്കൽ ക്വാളിറ്റീസാണ് ഇതൊക്കെ. ഇതിൽ വരുന്ന മാറ്റമൊക്കെ ഫിസിക്കൽ ചേഞ്ചിന് ഉദാഹരണമാണ്. ഡിസോൾവിങ് ഓഫ് ഷുഗർ ഓഫ് സാൾട്ട് ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിക്കുന്ന പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ ലയിച്ചാൽ, പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചാൽ നമുക്കത് ഒരു കെമിക്കൽ ചേഞ്ചായി തോന്നുമെങ്കിലും അതൊരു ഫിസിക്കലായ ചേഞ്ചാണ്. നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. വെള്ളത്തിൽ ലയിച്ച പഞ്ചസാരയെ അല്ലെങ്കിൽ ഉപ്പിനെ നമുക്ക് തിരിച്ചെടുക്കാം. ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനെടുക്കുന്നുണ്ടല്ലോ, അതേപോലെ പഞ്ചസാര ലായനിയിൽ നിന്ന് പഞ്ചസാരയെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും. അത് ഫിസിക്കൽ ചേഞ്ചാണ്. ഹാമറിങ് അലൂമിനിയം ഇൻറ്റു ഫോയിൽ, അലൂമിനിയം ഫോയിൽ പേപ്പേഴ്സായി മാറ്റുന്നത്, അടിച്ചു പരത്തി മാറ്റുന്നത് എന്നുള്ളതാണ്. നോർമലി അതും ഒരു ഫിസിക്കലായ ചേഞ്ചാണ്, തിരിച്ചാക്കാൻ കഴിയും. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കെമിക്കൽ ഫിസിക്കൽ ചേഞ്ചസ് ആണ് പറഞ്ഞത്. ഒറ്റ കാര്യമേ ഉള്ളൂ, പെർമനൻ്റ് ആയ മാറ്റമാണ് കെമിക്കൽ ചേഞ്ച്, ടെമ്പററി ആയ മാറ്റമാണ് ഫിസിക്കൽ ചേഞ്ച്. പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് പൂർണ്ണമായി മറ്റൊരു സബ്സ്റ്റൻസായി മാറുന്നു. ടെമ്പററി എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് മറ്റൊന്നായാലും തിരിച്ച് പഴയ രീതിയിലൂടെ എത്തിക്കാൻ കഴിയുന്ന മാറ്റമാണ്. സോ ക്വസ്റ്റ്യൻ്റെ ഉത്തരം, ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ചിന് ഉദാഹരണമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പഞ്ചസാര രൂപം കൊള്ളുന്ന പ്രവർത്തനം, പഞ്ചസാരയുടെ രൂപീകരണം, ഷുഗർ ഫോർമേഷൻ, സാൾട്ട് ഫോർമേഷൻ ഒക്കെ ക്രിസ്റ്റലൈസേഷന് ഉദാഹരണങ്ങളാണ്. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പ് രൂപം കൊള്ളുന്ന ക്രിസ്റ്റലുകളായി മാറുന്ന പ്രവർത്തനം, പഞ്ചസാര ലായനിയിൽ ദ്രാവകത്തിൽ നിന്ന് ഈ കരിമ്പിൻ്റെ ദ്രാവകത്തിൽ നിന്നത് ഷുഗർ ക്രിസ്റ്റൽസായി മാറുന്ന പ്രവർത്തനം, അത് തിരിച്ച് അങ്ങോട്ടുമാക്കാം ഇങ്ങോട്ടും വരാം. സോ അതൊരു ഫിസിക്കൽ ചേഞ്ചിന് ഉദാഹരണമാണ്. ഓക്കെ, പ്രധാനപ്പെട്ട ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് പറഞ്ഞു. ഈ ബേണിംഗ് ഓഫ് കാൻഡിലിൻ്റെ പ്രത്യേകത, അതൊരു കെമിക്കൽ ചേഞ്ച് ആണെങ്കിലും അവിടെ സൈമിൾട്ടേനിയസ്ലി ബോത്ത് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ചസ് എന്നാണ് പറയുക. കെമിക്കൽ ചേഞ്ച് ആണെങ്കിലും ശ്രദ്ധിക്കണം, മെഴുകുരുകുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് അല്ല, ഫിസിക്കൽ ചേഞ്ചാണ്, ഉരുകുകയാണ്. കാൻഡിൽ, അത് മെഴുകുതിരി കത്തുന്നത്, അവിടെ കത്തുമ്പോൾ കത്താനുള്ള ഇന്ധനമായി കുറച്ച് മെഴുക് എടുക്കുന്നുണ്ട്. ദറ്റ് ഈസ് കെമിക്കലി അതൊന്ന് മറ്റൊന്നായി മാറിപ്പോകുന്നുണ്ട്. പക്ഷേ ആ ചൂട് കാരണം കുറച്ച് മെഴുക് ഉരുകി താഴോട്ട് വീഴുന്നുണ്ട്. അതിനെ വീണ്ടും നമുക്ക് മെഴുകാക്കി മാറ്റാം. അപ്പോൾ പറഞ്ഞു വന്നത്, ബേണിംഗ് ഓഫ് കാൻഡിലിൽ കെമിക്കൽ ചേഞ്ചുമുണ്ട്, ഫിസിക്കൽ ചേഞ്ചുമുണ്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, താഴെ തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് എന്തിനുദാഹരണമാണ്? ഫിസിക്കൽ ചേഞ്ചിന് ഉദാഹരണമാണ്. ഓക്കെ, ഈ ഗാൽവനൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു വാക്ക്, ഇതും ഒരു ഫിസിക്കലായ ചേഞ്ചാണ്. തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടി ഇരുമ്പിൻ്റെ പുറത്ത് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പുറത്ത് സിങ്ക് പൂശുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഗാൽവനൈസേഷൻ. ആള് മാറുന്നില്ല, ഒരു കോട്ടിംഗ് ആയി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പദാർത്ഥം മറ്റൊന്നായി മാറുകയാണെങ്കിലാണ് കെമിക്കലായ ചേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ ആളിന് അല്ലെങ്കിൽ സിങ്കിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗാൽവനൈസേഷൻ ഒരു ഫിസിക്കൽ ചേഞ്ചിന് ഉദാഹരണമാണ്. എക്സാമ്പിളിലാണ് കണ്ടത്, ഗാൽവനൈസേഷൻ ഒരു ഫിസിക്കൽ ചേഞ്ചിന് ഉദാഹരണമാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഭാഗം ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള, ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു ക്വസ്റ്റ്യനുമായി നമുക്ക് വരാം. താങ്ക് യു.